ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രിൽ ആണെന്നറിയാതെ കൊട്ടോടിയിലെത്തിയവർ ആദ്യമൊന്ന് ഭയന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമെന്നും കനത്ത മഴയിൽ കൊട്ടോടി പുഴ കരകവിഞ്ഞ് ഒഴുകാനും ശക്തമായ ചുഴലിക്കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തുടർന്ന് പ്രദേശവാസികൾ തിരിച്ചറിയൽ രേഖകളും എടുത്ത് കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ക്യാമ്പിലേക്ക് മാറണമെന്നും നിർദ്ദേശം. തൊട്ടുപുറകെ വിവരമറിഞ്ഞ് പോലീസ്, ആംബുലൻസ്, അഗ്നിരക്ഷാസേന, വാഹനങ്ങൾ, മെഡിക്കൽ സംഘം തുടങ്ങിയവ കൊട്ടോടിയിലേക്ക് ഇരച്ചെത്തുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്നു. വിവരമൊന്നും അറിയാതെ കൊട്ടോടിയിൽ എത്തിയവർ ഇതൊക്കെ കണ്ട് ആദ്യമൊന്ന് ഭയന്നു. പിന്നീട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലാണെന്നറിഞ്ഞതോടെ അവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് കൊട്ടോടിയിൽ മോക്ക് ഡ്രിൽ തുടങ്ങിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ സമാപിച്ചു. എല്ലാവരുടെയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ കാര്യങ്ങളിലും ഫയർഫോഴ്സ് ആണെങ്കിലും തക്ക സമയത്ത് നമ്മുടെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എല്ലാവരുടെയും നല്ല ഒത്തൊരുമയോടും കൂട്ടായ്മയോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ ഒരു റീൽ പരിപാടി നല്ല രീതിയിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. മറ്റ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തന്നെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോകാൻ സാധിച്ചു എന്ന് മാത്രം പറയുന്നു. റവന്യൂ അധികൃതർ, കളാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, രാജപുരം പോലീസ്, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഡോക്ടർമാർ അടക്കമുള്ള മെഡിക്കൽ സംഘം, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം.